നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്ത് പറ്റിയോ എനിക്ക് അറിയില്ല. പെട്ടെന്നെന്തോ ബ്ലാങ്ക് ആയതുപോലെയായിരുന്നു. ഒരു പോയിന്റ് പോലും പറയാൻ പറ്റില്ല. എന്നാ കേസ് അവധിക്ക് പറയാറുന്നില്ലേ? അതിന് ക്ലയന്റ് സമ്മതിക്കണ്ടേ? ജോർജ് കുട്ടി, ഒന്ന് പുറത്തോട്ടേക്ക്. ആ ശരി സാർ. തനിക്ക് ശരിക്കും എന്താണ് പറ്റിയത്? കേസുള്ള ദിവസം 10 മണി കഴിഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ലെന്നൊക്കെ പറയുമ്പോ ശരിക്കും ഞാൻ അറിഞ്ഞില്ല കിരൺ. ഈയിടെയായിട്ട് കിടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഉറക്കത്തിലേക്ക് അങ്ങ് പോകും. പിന്നെ എഴുന്നേക്കുന്നത് ഒരുപാട് വൈകിയ, അതും നല്ല തലവേദനയും. സാധാരണ ടെൻഷൻ വന്നാ ഉറക്കം നഷ്ടപ്പെടുക ചെയ്യുന്നേ. ഇത് പതിവിന് വിപരീതമാണല്ലോ. ഡോക്ടറെ വല്ലതും കാണിച്ചോ? അങ്ങനെ അസുഖമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. താൻ ശരിക്കുള്ള സത്യം പറ, എന്തെങ്കിലും വിഷയമുണ്ടോ? ഇനി എന്നോട് പറയാൻ മടിയുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഏയ് അതൊന്നുമല്ല. അപ്പൊ എന്തോ ഉണ്ട്. എടോ, വീട്ടിൽ നിന്ന് ഏതാണ്ട് 100 പവനോളം വരുന്ന സ്വർണം മോഷണം പോയി. വാട്ട്? എന്നിട്ട് താൻ പരാതിയൊന്നും കൊടുത്തില്ലേ? 50 ലക്ഷത്തോളം രൂപയുടെ മോഷണം നടന്നിട്ട് അത് പരാതിപ്പെടാതിരിക്കുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ലടോ. അതോ കണക്കിൽപ്പെടാത്ത വല്ലതാണോ? ഏയ്, പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിരുന്ന മുതലാ. പിന്നെന്താ പരാതിപ്പെടാതിരുന്നേ? അത് പുറത്തുനിന്ന് ആരുമല്ല മോഷ്ടിച്ചത് എന്നതുകൊണ്ട് തന്നെ. എന്ന് വെച്ചാ സ്നേഹയുടെ വീട്ടിൽ നിന്ന് സ്വർണം കണ്ടുകിട്ടിയെന്നും പറഞ്ഞ് അവൾ അത് കൊണ്ടുവന്നു. അത് പക്ഷേ മുക്കുപണ്ടങ്ങളായിരുന്നു. ഇതൊരുമാതിരി വല്ലാത്ത കേസായി പോയല്ലോ. അപ്പൊ മോഷണം പോയ സ്വർണം അത് ഒളിപ്പിച്ച് പകരം മുക്കുപണ്ടം കൊണ്ടുവരികയായിരുന്നു എന്നാ സംശയം. അഖിലിനെ സ്നേഹം പിടിച്ചൊന്ന് കുടഞ്ഞ അവര് കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു വരില്ലേ? അതെങ്ങനെ അവിടെ വന്നു അറിയില്ലെന്നാണ് അവര് പറയുന്നത്. വീട്ടിലുള്ള ആരോ സ്വർണം എടുത്ത് മാറ്റി അവരുടെ തലയിൽ കുറ്റം ആരോപിക്കാൻ അതിന്റെ അതേപോലുള്ള മുക്കുപണ്ടം അവിടെ കൊണ്ടുവച്ചു എന്നാണ് അവരുടെ പക്ഷം. എടോ, കൊച്ചു കുട്ടികളോട് പോലും പറഞ്ഞാൽ വിശ്വസിക്കാത്ത കഥയാണല്ലോ ഇത്. തന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരാൾ സ്വർണം എടുത്ത് മാറ്റി അതേ മാതൃകയിലുള്ള മുക്കുപണ്ടങ്ങൾ സ്നേഹയുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വെക്കുക. ഒരു ബോൺ ക്രിമിനലിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അങ്ങനെ ഒരാൾ തന്റെ വീട്ടിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കല്ലേ വേണ്ടത്. അച്ഛമ്മ പറയുന്നത് ആ സ്വർണം വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്ന. ബെസ്റ്റ്. അങ്ങനെ വിശ്വസിച്ചാൽ കളവ് മുതൽ തിരിച്ചു കിട്ടുമെങ്കിൽ ഈ നാട്ടിൽ പോലീസ് നിയമമൊന്നും വേണ്ടല്ലോടോ. തന്നെ പോലുള്ള ഒരു വക്കീലുള്ള വീട്ടുകാർ പോലും കാര്യങ്ങൾ ഇങ്ങനെയാണോ കാണുന്നേ? താനൊരു പരാതി എഴുതിത്താ, സ്വർണം നമുക്ക് കണ്ടുപിടിക്കാം. പരാതിപ്പെടാൻ അച്ഛമ്മ സമ്മതിക്കുമെന്ന് തോന്നില്ല. എന്നാ പിന്നെ തന്റെ അച്ഛമ്മ തന്നെ ആയിരിക്കും ആ സ്വർണം എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ മിണ്ടാതിരിക്കോ? കൂടെ ജീവിക്കുന്നവരിൽ ഒരാൾ മോഷ്ടാവാണെന്ന് സമ്മതിക്കാൻ അച്ഛമ്മയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അച്ഛമ്മ പറയുന്നത് എടുത്ത ആള് തന്നെ അത് തിരിച്ചെത്തിക്കുന്ന. കുറച്ചു ദിവസം അച്ഛമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് ഞാനും കരുതി. പക്ഷേ അതേപ്പറ്റി സംസാരിച്ച് ഞാനും അഖിലുമായിട്ട് വഴക്കിട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സമാധാനമില്ല കിരൺ. നാട്ടുകാരുടെ കേസുകൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നത് എനിക്ക് വീട്ടിലെ ഈ ചെറിയ പ്രശ്നം ഹാൻഡിൽ ചെയ്യാനാവുന്നില്ല എന്നത് ഇത്തിരി കഷ്ടമാണ് അർജുൻ. അതുപോട്ടെ, പൂജയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ആക്സിഡന്റ് കഴിഞ്ഞ ശേഷം അവളും ശരിക്കും നോർമലായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. എനിക്ക് പൂജയുമായിട്ടൊന്നും സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ആവാം, പക്ഷെ അവളും ഇപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാ. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അവൾക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കുറച്ചു ദിവസം കഴിയട്ടെ. എന്തായാലും തന്റെ ഇപ്പോഴത്തെ മൂഡ് അത്ര ശരിയല്ല. അതൊന്ന് മാറ്റിയെടുക്കാം. ഇറങ്ങ്, വാ. നന്ദഗോപാ, വാ. കുറച്ചു ദിവസം ആയല്ലോ ഈ വഴി കണ്ടിട്ട്. ഇത്തിരി തിരക്കിലായി പോയമ്മേ. അല്ലാതെ അച്ഛനും അമ്മയും ഈ വഴിയൊന്നും മറന്നതല്ലേ അല്ലേ? മറക്കയോ? നീ എന്തൊക്കെയാ പറയുന്നേ? ആഹാ, നന്ദേട്ടനോ? നന്ദേട്ടൻ കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണോ? അതെ. ആനന്ദ ടൂർ കഴിഞ്ഞെത്തിയില്ലേ? ഇല്ല, ഇത്തവണ നോർത്ത് ഇന്ത്യ മുഴുവൻ കറക്കാണെന്നാ കേട്ടത്. മോളെ, നീ നന്ദഗോപന് ചായ എടുക്കും. ചായയേക്കാൾ നല്ലത് തണുത്ത എന്തെങ്കിലും ആവും. ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട മോളെ, ഇപ്പൊ ഒന്നും വേണ്ട. നീ അർജുനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ, ഞാൻ അവനെ ഒന്ന് കാണാൻ വന്നത്. അയ്യോ, അർജുൻ അതിന് കോടതിയിൽ നിന്ന് തിരിച്ചെത്തിയില്ല. വന്നില്ലേ? ഇല്ല, ഞാൻ ഓഫീസിൽ പോയാണല്ലോ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞു. ഇന്നേതോ പ്രധാനമായ ഒരു കേസിന്റെ വാദം ഉണ്ടായിരുന്നു.
അതെ, എന്നിട്ട് ആ ജോർജോട്ടി വന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുപോയായിരുന്നു. അതെന്താ? കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങിപ്പോവുകയോ? കേസുള്ള ദിവസം? അതെ ചാ, ഞങ്ങള് രണ്ടാളും കൂടി കുത്തിപ്പൊക്കി എഴുന്നേപ്പിച്ച കോടതിയിലേക്ക് പറഞ്ഞയച്ചത്. അത് ശരി. അതിന്റെ ലക്ഷണം അപ്പോ കോടതി കണ്ടത് അല്ലേ? എന്താ നന്ദേട്ടാ, എന്തു പറ്റി? കേസ് അസലായിട്ട് തോറ്റു, അത്ര തന്നെ. അയ്യോ, കേസ് ജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ സ്വാഭാവികമല്ലേ? ഇതങ്ങനെയല്ല അമ്മേ. അർജുൻ ജയിക്കുമെന്ന് എതിർഭാഗം വക്കീലിന് വരെ 100% ഉറപ്പുള്ള ഒന്നായിരുന്നു. അത് അയാൾ എന്നോട് പറയുകയും ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായേ? എത്ര ചെറിയ കേസാണെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു തയ്യാറെടുപ്പ് വേണ്ടേ അല്ലേ? ഇത് നേരാവണ്ണം ഫയലൊന്ന് വായിച്ചു നോക്കുപോലെ ചെയ്താണ് അർജുൻ കോടതിയിലെത്തി. കേസ് തള്ളിയെന്ന് മാത്രമല്ല, ജഡ്ജിയുടെ വായിന്ന് നല്ലത് കേൾക്കുകയും ചെയ്തമ്മേ. കോടതിയുടെ പുറത്ത് വെച്ച ആ ക്ലയന്റ് എന്തൊക്കെ പറഞ്ഞെന്നാ കേട്ടത്. ഞാൻ അന്വേഷിച്ച് ചെല്ലുമ്പോഴേക്കും അർജുൻ അവിടെ നിന്ന് പോയിരുന്നു. സാധാരണ കേസിന്റെ കാര്യത്തിൽ അവൻ ഉദാസീനത കാണിക്കാത്തതാ. അതെ, കോടതിയും കേസും കഴിഞ്ഞ് ഭാര്യ പോലും ഉള്ളെന്ന് അവൻ പറയാറ്. അങ്ങനെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. അവൻ ഓരോ തവണ ജയിക്കുമ്പോഴും ഞാൻ അഭിമാനിച്ചിരുന്നു. എനിക്കെതിരെ വരെ അവൻ വാദിച്ച് ജയിക്കുമ്പോഴും ഞാൻ ഉള്ളി സന്തോഷിച്ചിട്ടേ ഉള്ളൂ. അവന്റെ മിടുക്കും അർപ്പണ മനോഭാവവും അത്രയ്ക്ക് വലുതാണെന്ന് എനിക്കറിയാമായിരുന്നു. ഇത് സാധാരണ തുടക്കക്കാർക്ക് പോലും ഈസിയായിട്ട് ജയിക്കാവുന്ന ഒരു കേസ്. അവന്റെ നിരുത്തരവാദിത്തം കൊണ്ട് തോറ്റുപോയെന്ന് പറഞ്ഞ പൂജമോളെ, നീ പറ, എന്താ അവന് പറ്റിയത്? ഞാൻ എന്തു പറയാനാച്ചാ, കേസിന്റെ ഫയലൊക്കെ മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ടത് നോക്കുന്നത് ഞാൻ കണ്ടതാ. പക്ഷേ ഒന്ന് തുറന്ന് അപ്പൊ തന്നെ അടച്ചു വെക്കുന്ന കണ്ടു. ആ, അത് തന്നെയാ കാരണം. പഠിച്ചില്ലെങ്കിലും ജയിക്കുമെന്ന് അതിന് കിടന്ന ആത്മവിശ്വാസം. അമ്മ, ഈ ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷെ അത് അബദ്ധമായിട്ട് മാറാതെ നോക്കണം. അത്തരം കാര്യങ്ങളില് മോളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. ആ, ഇനിയും ഇങ്ങനെ തന്നെ ആവർത്തിക്കാൻ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം. എന്നാ അമ്മേ, ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. അവൻ വരുമ്പോ ഒന്ന് വിളിക്കാൻ പറയണം. ഉപദേശിക്കുന്നത് ഇഷ്ടമല്ലെങ്കിലും പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അത് വേണം നന്ദ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാനുള്ളത് നമ്മൾ പറയണം. അമ്മേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അമ്മേ, ഈയിടെ അർജുന്റെ പ്രകൃതത്തില് നല്ല മാറ്റമുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതത്ര കാര്യമാക്കിയില്ല. എന്താ മോളെ? ആ പഴയ അർജുന്റെ ഉഷാറും ഉന്മേഷവും ഒന്നും ഇപ്പൊ ഇല്ലമ്മ. ഒരു ഉറക്കം തൂങ്ങി മട്ട. ഇനി ഉറക്ക ഗുളികയുടെ കാര്യം തള്ള കണ്ടുപിടിക്കോ? അമ്മേ, അവനെ ഒന്ന് ഡോക്ടറെ കാണിച്ചല്ലോ അമ്മേ. അയ്യോ, അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ല അമ്മേ. ഇതിപ്പോ അജുവേട്ടൻ എന്തോ കേസ് ഫയൽ നോക്കാൻ മറന്നുപോയതായിരിക്കും. ഞാൻ നോക്കിക്കോളേ. ഇനി നോക്കണം. പ്രൊഫഷണലിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്നവർക്ക് പെട്ടെന്നൊരു ക്ഷീണം സംഭവിക്കുമ്പോ അതവരുടെ ജോലിയെ മാത്രമല്ല സ്വഭാവത്തെയും ബാധിക്കും. നമ്മൾ വേണം അവരുടെ ശക്തിയായി നിൽക്കാൻ. കേട്ടല്ലോ മോളെ? ശരി അച്ഛമ്മ.